ഹലോ എവറിബഡി. ഇന്നത്തെ ടോപ്പിക് സ്റ്റെബിലിറ്റി ഫാക്ടർ ആണ്. സ്റ്റെബിലിറ്റി ഫാക്ടർ നമ്മൾ എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ബയസിങ് സർക്യൂട്ട്സ് പഠിച്ചില്ലേ. ആ ബയസിങ് സർക്യൂട്ട്സ് കമ്പയർ ചെയ്യാനായിട്ട് നമുക്കൊരു പാരാമീറ്റർ വേണം. അതാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ. ഈ സ്റ്റെബിലിറ്റി ഫാക്ടർ എങ്ങനെയാണ് നമുക്ക് കമ്പാരിസൺ തരുന്നത്? സ്റ്റെബിലിറ്റി ഫാക്ടർ വിൽ ടെൽ us ഹൗ സ്റ്റേബിൾ ദ സർക്യൂട്ട് ഇസ്. അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി ഈസ് മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഐ സി. ചേഞ്ച് ഇൻ ഐ സി എന്ന് വെച്ചാൽ നമ്മളൊന്ന് ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഐ സി ഫിക്സ്ഡ് ആയിട്ടിരിക്കണം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ക്യൂ പോയിന്റിൽ ഐ സി കളക്ടർ കറന്റ് ഷുഡ് ബി ഫിക്സ്ഡ് വാല്യൂ. ഈ ഫിക്സ്ഡ് വാല്യൂ ചേഞ്ച് ചെയ്താൽ ഇറ്റ് മീൻസ് ദാറ്റ് അവർ സർക്യൂട്ട് ഇസ് നോട്ട് സോ സ്റ്റേബിൾ. അപ്പൊ ചേഞ്ച് ഇൻ ഐ സി ഡിസൈറബിൾ ആണോ? അല്ല. ഈ ചേഞ്ച് ഇൻ ഐ സി മെഷർ ചെയ്യുന്ന ഒരു ഇതാണ് പാരാമീറ്റർ ആണ് സ്റ്റെബിലിറ്റി ഫാക്ടർ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഈ ഐ സി എന്ന് പറയുന്ന സാധനം എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റിമെമ്പർ ദ ഇക്വേഷൻ ഫോർ ഐ സി ഇസ് ബീറ്റ ഐ ബി പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഐ സി യു. അപ്പൊ ഐ സി ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെയൊക്കെയാണ്? ബീറ്റ, ഐ ബി, പിന്നെ ഐ സി ഒ. ഈ മൂന്ന് ഫാക്ടേഴ്സിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബീറ്റ ആസ് സച്ച്, ഐ ബി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോർവേഡ് ബയസ് വോൾട്ടേജ് വി ബി ഇ ഓഫ് ദ ട്രാൻസിസ്റ്റർ ആൻഡ് ദർ ഇസ് ഐ സി ഒ. ഈ മൂന്ന് ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് ദ സർക്യൂട്ട് ഇസ് മെഷേർഡ് ആസ് എ ചേഞ്ച് ഇൻ ഐ സി വിത്ത് റെസ്പെക്ട് ടു ആരൊക്കെയാണ് ഫാക്ടേഴ്സ്? ഐ സി ഒ, വി ബി ഇ, ബീറ്റ. ചേഞ്ച് ഇൻ ഐ സി വിത്ത് റെസ്പെക്ട് ടു ഐ സി ഒ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എസ് ഐ എന്നാണ്. ചേഞ്ച് ഇൻ ഐ സി വിത്ത് റെസ്പെക്ട് ടു വി ബി ഇ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എസ് വി. ചേഞ്ച് ഇൻ ഐ സി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് എസ് ബീറ്റ. ഇത് മൂന്നും സ്റ്റെബിലിറ്റി ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഇതെല്ലാം ചേഞ്ച് ഇൻ ഐ സി വിത്ത് റെസ്പെക്ട് ടു എ ഡിഫറെന്റ് പാരാമീറ്റർ. മൂന്ന് പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, ബീറ്റ, വി ബി ഇ ആൻഡ് ഐ സി ഒ. അപ്പൊ ചേഞ്ച് ഇൻ ഐ സി വിത്ത് റെസ്പെക്ട് ടു ഡിഫറെന്റ് പാരാമീറ്റർ ആണ് മൂന്ന് സ്റ്റെബിലിറ്റി ഫാക്ടേഴ്സും തരുന്നത്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ വെറുതെ എസ് എന്ന് വിളിക്കുന്നത്, സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എസ് ഐ അഥവാ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡോ ഐ സി, ചേഞ്ച് ഇൻ ഐ സി വിത്ത് റെസ്പെക്ട് ടു ഐ സി ഒ ആണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വെറുതെ നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. സ്റ്റെബിലിറ്റി ഫാക്ടറിനെ ഒന്ന് നമുക്ക് എക്സ്പ്രഷൻ എഴുതി വെക്കാം. അതായത് സ്റ്റെബിലിറ്റി ഫാക്ടർ ഇസ് വേരിയേഷൻ ഇൻ ഐ സി വിത്ത് റെസ്പെക്ട് ടു ഐ സി ഒ ആവുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് എസ്, ദാറ്റ് ഇസ് എസ് ഐ തന്നെയാണ് ഡോ ഐ സി ബൈ ഡോ ഐ സി ഒ. റിമെമ്പർ, ചേഞ്ച് ഇൻ ഐ സി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഐ സി ഒ എന്ന് പറയുമ്പോൾ മറ്റേ രണ്ട് ഫാക്ടേഴ്സും മാറുന്നില്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. അതായത് വി ബി ഇയും ബീറ്റയും. അതുപോലെ എസ് വി ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഐ സി ഡോ ഐ സി വിത്ത് റെസ്പെക്ട് ടു വി ബി ഇ ഡോ വി ബി ഇ ഫോർ എ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് ഐ സി ഒ ആൻഡ് beta. S beta, that is equal to change in IC, dou IC, with respect to change in beta, that is dou beta, for constant parameters IC, O and VBE. അങ്ങനെ ചെയ്താലേ നമുക്ക് ഇതിനെ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൺലി ദെൻ ക്യാൻ യു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ചേഞ്ച് ഇൻ IC വിത്ത് റെസ്പെക്ട് ടു ICO or VBE or beta. Okay, all this comes from this expression. IC is equal to beta IB plus 1 plus beta ICO. Okay, ഇതാണ് സ്റ്റെബിലിറ്റി ഫാക്ടറിന്റെ ഒറിജിനൽ ഡെഫിനിഷൻ. നമുക്ക് പ്രാക്ടിക്കലായിട്ട് സ്റ്റെബിലിറ്റി ഫാക്ടർ ഓരോന്നിനും കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ജനറൽ എക്സ്പ്രഷൻ വേണം. ജനറൽ എക്സ്പ്രഷൻ കിട്ടാനായിട്ട് വൺസ് അഗെയിൻ വാട്ട് വി വിൽ ഡു ഇസ് ഐ സിക്ക് ഒറിജിനൽ ഇക്വേഷൻ എഴുതുക. ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് 1 പ്ലസ് ബീറ്റ ഐ സി ഒ. രണ്ട് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡോ ഐ സി. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു IC, ഡോ ബൈ ഡോ ഐ സി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡോ ബൈ ഡോ ഐ സി ഓഫ് ഐ സി തന്നെയാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുമ്പോൾ ബീറ്റ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ്. ബീറ്റ ഇൻറ്റു നമ്മുടെ പാരാമീറ്റർ ബീറ്റ ഇസ് ദ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഓഫ് ദ ട്രാൻസിസ്റ്റർ. നമുക്കത് കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. ബീറ്റ ഇൻറ്റു ഡോ ഐ ബി ബൈ ഡോ ഐ സി പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഡോ ഐ സി ഒ ബൈ ഡോ ഐ സി. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്ന് ബീറ്റ കോൺസ്റ്റന്റ് ആണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഡോ ഐ സി ഒ ബൈ ഡോ ഐ സി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ലുക്സ് ഫെമിലിയർ, റൈറ്റ്? ശരിക്കും പറഞ്ഞാൽ എസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഡോ ഐ സി ബൈ ഡോ ഐ സി ഒ ആയിരുന്നു അല്ലെ? അതായത് ഇത് ഇതിന്റെ റിവേഴ്സ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഈ എഴുതി വെച്ചിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 1 ബൈ എസ്. കണ്ട, ഡോ ഐ സി ബൈ ഡോ ഐ സി ഒ ആണ് എസ്. അപ്പൊ ഇത് 1 ബൈ എസ് ആണ്. അങ്ങനെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 ബൈ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആരെയാ വേണ്ടത്? യു നീഡ് എ ജനറൽ എക്സ്പ്രഷൻ ഫോർ എസ് അല്ലെ?
S is equal to rearrange ചെയ്യുക 1 plus beta by 1 minus beta into dou IB by dou IC എന്ന് കിട്ടി. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ജനറൽ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓരോ ബയസിങ് സർക്യൂട്ട് എടുത്തിട്ടും അതിന്റെ എസ് കണ്ടുപിടിക്കും. നമ്മൾ ഇനിയും ഓരോ ബയസിങ് സർക്യൂട്ട് എടുത്തിട്ടും ഈ എസിന്റെ വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം എഴുതുന്ന എക്സ്പ്രഷൻ ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ എക്സ്പ്രഷനാണ്, ഈ എസിന്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, അപ്പൊ ഈ ജനറൽ എക്സ്പ്രഷൻ ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എസിന്റെ എക്സ്പ്രഷനകത്ത് നമുക്ക് എന്താ വേണ്ടേ? ഓഫ് കോഴ്സ് ബീറ്റ വേണം, ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഡോ ഐ ബി ബൈ ഡോ ഐ സി ആ. ഡോ ഐ ബി ബൈ ഡോ ഐ സി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം അറിയേണ്ടത്, ഐ ബിയുടെ എക്സ്പ്രഷൻ എൻ്റെ കയ്യിൽ വേണം, എന്നാലല്ല എനിക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഐ ബിയുടെ എക്സ്പ്രഷൻ കിട്ടിയാലല്ല അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഐ ബിയുടെ എക്സ്പ്രഷൻ വിത്ത് റെസ്പെക്ട് ടു ഓർ ഇൻ ടേംസ് ഓഫ് ഐ സി വേണം കിട്ടാനായിട്ട്. ഐ ബിയുടെ എക്സ്പ്രഷൻ ഐ ബിയുടെ എക്സ്പ്രഷൻ വിത്ത് റെസ്പെക്ട് ടു ഐ സി ഓക്കെ ആണെങ്കിലേ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഐ സി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എസ് എന്ന് പറയുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഉള്ള പ്രൈമറി റിക്വയർമെന്റ്, യു നീഡ് ആൻ എക്സ്പ്രഷൻ റിലേറ്റിംഗ് ഐ ബി ആൻഡ് ഐ സി. ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ്, ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ്, ബിക്കോസ് നമ്മൾ ഓരോ ബയസിങ് സർക്യൂട്ടിനും ഐ ബിയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഐ സിയുടെ ടേംസിൽ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, വി കൻ ഡു ദാറ്റ് ഇൻ ദ കമ്മിങ് സ്ലൈഡ്സ്. ഓക്കെ, ഈ ഡോ ഐ ബി ബൈ ഡോ ഐ സി ഡിപ്പെൻഡ്സ് ഓൺ ആര്? Obviously, it depends on IB. Now, IB depends on whom? Biasing arrangement. അപ്പോൾ ഓരോ ബയസിങ് അറേഞ്ച്മെന്റിനും ഡോ ഐ ബി ബൈ ഡോ ഐ സി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ഡിഫറെന്റ് ഡോ ഐ ബി ബൈ ഡോ ഐ സി ആണെങ്കിൽ, ഇത് ഡിഫറെന്റ് ആണെങ്കിൽ എസും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ബയസിങ് സർക്യൂട്ടിലും കിട്ടാൻ പോകുന്ന എസും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫിക്സ്ഡ് ബയസ് സർക്യൂട്ട്, യു വിൽ സി ഹൗ സിമ്പിൾ ഇറ്റ് ഇസ്. ഫിക്സ്ഡ് ബയസ് സർക്യൂട്ട് എടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തിട്ടുണ്ട്, ഈ റൈറ്റ് സൈഡിൽ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ് ഇസ് ഈക്വൽ ടു 1 plus beta by 1 minus beta into dou IB by dou IC ആണ്. ഐ ടോൾഡ് യു വി സ്റ്റാർട്ട് വിത്ത് ദിസ് എക്സ്പ്രഷൻ. ഇത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ഐ ബിയുടെ ഒരു എക്സ്പ്രഷൻ വേണം. ഐ ബിയുടെ എക്സ്പ്രഷൻ കിട്ടാനായിട്ട് നമ്മൾ എടുക്കുന്നത് എപ്പോഴും ഏതാണ്? ഇൻപുട്ട് ലൂപ്പാണ്. വി സി സി ബൈ ആർ ബി ആണ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഐ ബി കിട്ടുന്നത്. എങ്ങനെയായാലും ഐ ബി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ ഐ ബി ബൈ ഡോ ഐ സി എന്താണ്? ഡോ ബൈ ഡോ ഐ സി ഓഫ് എ കോൺസ്റ്റന്റ് വാല്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ആ 0 നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ ഐ ബി ബൈ ഡോ ഐ സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് കിട്ടും? എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് ബീറ്റ. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് ഒരു ലാർജ് വാല്യൂ ആണ്. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് 50, 100, 500, 600 എന്നൊക്കെ പറഞ്ഞ് ആ ഗെയിൻ വാല്യൂ വളരെ ഹൈ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 പറയാനില്ലല്ലോ. എസ് ഇസ് ഓൾസോ വെരി ലാർജ്. എസ് ലാർജ് ആവുന്നത് നല്ല കാര്യമാണോ? എസ് എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? ഡോ ഐ സി. ബൈ ഡെഫിനേഷൻ ഇറ്റ് ഇസ് ഈക്വൽ ടു ഡോ ഐ സി ബൈ ഡോ ഐ സി ഒ. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ഐ സി വിത്ത് റെസ്പെക്ട് ടു ഐ സി ഒ. ഇസ് ഇറ്റ് സപ്പോസ് ടു ചേഞ്ച്? നോ. ഐ സി is supposed to remain constant once you have fixed the Q point. So it is not supposed to change, but it is changing. ചേഞ്ച് കൂടുതലാവുന്നത് നല്ലതാണോ? അല്ല. ഇറ്റ് ഷുഡ് ബി കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചേഞ്ച് കൂടിക്കൂടി വരിക എന്ന് വെച്ചാൽ എസിന്റെ വാല്യൂ കൂടിക്കൂടി വരിക. ഇസ് ദാറ്റ് ഗുഡ്? നോ, ഇറ്റ്സ് വെരി ബാഡ്, isn't it? സോ ലാർജ് വാല്യൂ ഓഫ് എസ് ഇസ് എ ബാഡ് തിങ്. ചുരുക്കി പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഫാക്ടർ സ്മോൾ ആവുന്നതാണ് നല്ലത്. സ്റ്റെബിലിറ്റി ഫാക്ടർ ചെറുതാവുന്നതാണ് നല്ലത്. സ്റ്റെബിലിറ്റി ഫാക്ടർ കൂടുന്നത് നല്ലതല്ല. Okay, because it is an indication of change in collector current with respect to other parameters. Therefore, you want the stability factor to be small. ഈ കേസിൽ stability factor എന്താണ്? Large ആണ്. So what can I say? Stability is poor. Fixed bias circuit, ഈ കാരണത്താൽ തന്നെ fixed bias circuit നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. It's not commonly used. അടുത്തത് സെൽഫ് ബയസ് സർക്യൂട്ട്. സെൽഫ് ബയസ് സർക്യൂട്ടിലും നമ്മൾ ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഐ ബിക്ക് ഒരു എക്സ്പ്രഷൻ വേണം ആദ്യം നമുക്ക്, എന്നാലേ നമുക്ക് സ്റ്റെബിലിറ്റി ഫാക്ടറിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ ബിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടാനായിട്ട് ഞാൻ ഇൻപുട്ട് ലൂപ്പ് എടുക്കുകയാണ്. ഇതാ ഞാൻ വരച്ചു. ഇതാണ് ഇൻപുട്ട് ലൂപ്പ്. അതിന്റെ ഇക്വേഷൻ എഴുതിക്കേ. വി സി സി ഇസ് ഈക്വൽ ടു ഐ ബി പ്ലസ് ഐ സി ഇൻറ്റു ആർ സി പ്ലസ് ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഐ ബിയും ഐ സിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കിട്ടും. ഐ ബി ഇസ് ഈക്വൽ ടു ഐസൊലേറ്റ് ഐ ബി
VCC minus ICRC minus VBE whole by RB plus RC എന്ന് കിട്ടി. ഇത് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ ആയിട്ടും മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തതിന്റെ റീസൺ ജസ്റ്റ് ക്ലിയർ ആക്കാനായിട്ടാണ്. ഏതൊക്കെ കോൺസ്റ്റന്റ് ആണെന്നും അല്ലെന്നും ക്ലിയർ ആക്കാനാ. നോക്കിക്കേ, VCC by RB plus RC. VCC കോൺസ്റ്റന്റ് ആണ്, RB കോൺസ്റ്റന്റ് ആണ്, RC കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഈ ഇക്വേഷനിലോ RC കോൺസ്റ്റന്റ് ആണ്, RB പ്ലസ് ഇത് RC ആണ്, RB പ്ലസ് RCയും കോൺസ്റ്റന്റ് ആണ്. ഇതോ VBE ഫോർവേഡ് ബയസ് വോൾട്ടേജും കോൺസ്റ്റന്റ്, RB RC റെസിസ്റ്റേഴ്സും കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ IB is equal to എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ IC മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എന്താ വേണ്ടത്? ഡോ IB ബൈ ഡോ ICക്ക് ഒരു എക്സ്പ്രഷൻ, IBക്ക് ഒരു എക്സ്പ്രഷൻ, എന്നിട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡോ IB ബൈ ഡോ IC. ആദ്യത്തെ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 0 കിട്ടും, ബിക്കോസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. രണ്ടാമത്തെ ടേമിൽ IC മാത്രമേ വേരിയബിൾ ആയിട്ടുള്ളൂ, സോ യു ടേക്ക് ഔട്ട് ദ കോൺസ്റ്റന്റ്, ദാറ്റ് ഇസ് RC ബൈ RB പ്ലസ് RC ഇൻറ്റു 1 എന്ന് എഴുതുക, ബിക്കോസ് IC ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും വിത്ത് റെസ്പെക്ട് ടു IC ഇറ്റ് സെൽഫ്. മൂന്നാമത്തേതും കോൺസ്റ്റന്റ് ആണ്, therefore when you differentiate it you get 0. എല്ലാം കൂടെ ചുരുക്കി പറയുമ്പോഴത്തേക്ക് what do I get? ഡോ IB by ഡോ IC is equal to minus RC by RB plus once again this is RC. ഇനി നമുക്ക് ഒറിജിനൽ എക്സ്പ്രഷൻ എഴുതാം. എസിന്റെ S is equal to 1 plus beta by 1 minus beta into ഡോ IB by ഡോ IC. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതോ കിടക്കുന്നു. അപ്പോൾ ഡോ IB by ഡോ ICയുടെ എക്സ്പ്രഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് RC by RB plus RC. S is equal to 1 plus beta by 1 plus beta into minus plus I RC by RB plus RC. Okay, so I want you to just look carefully at this fraction. ഈ ഫ്രാക്ഷന്റെ എക്സ്ട്രീം കേസസ് എന്താണ്? RC is by RC plus RB എന്ന് പറയുന്നത് വെരി സ്മോൾ ആണ്, അതായത് ഡിനോമിനേറ്റർ ഭയങ്കര ലാർജ് ആണെങ്കിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ടെൻഡ് ടു 0 അല്ലെ? ഡിനോമിനേറ്റർ ഇസ് വെരി ലാർജ് മീൻസ് ദിസ് വിൽ ടെൻഡ് ടു 0. That then S will become equal to, in that case S will become equal to 1 plus beta by 1 plus 0, that is 1 plus beta. ഇതാണ് വേർസ്റ്റ് കേസ്. ദിസ് ഇസ് ദ വേർസ്റ്റ് കേസ്. നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ പ്രിഫർ ചെയ്യുന്നില്ല. ഈ ഡിസൈൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? when the denominator is very large. Denominator very large ആവുന്ന denominator is very large compared to the numerator. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? That happens when RB is much greater than RC. So this is not a preferred case. RB much greater than RC ആണ് preferred അല്ല, because that is the worst case in which S is equal to 1 plus beta, right? അടുത്ത കേസ് എന്ന് വെച്ചാൽ നമുക്ക് ബെസ്റ്റ് കേസ് നോക്കാം. അതായത് RC by RB plus RC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സ്മോൾ ആവണമെങ്കിൽ എന്താണ്? RB should be much less than RC. അങ്ങനെയാണെങ്കിൽ this will be approximately equal to, this fraction will be approximately equal to or very large value ആയിരിക്കും. And therefore 1 plus beta by 1 plus beta into a large value will give us a very small fraction. S will become small, which is actually desirable. That's the best case. Okay, this is the best case. Now RB cannot be less than RC. This is the best case. It cannot be less than RC. That is our design constraint for self bias. അതുകൊണ്ട് RB greater than RC തന്നെ എടുക്കാം, but not too large. കാരണം too large ആയി കഴിഞ്ഞാൽ S increase ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് okay, keep that in mind when designing the circuit. അടുത്തത് voltage divider bias circuit. Here also we start with the expression for IB. Expression for IB is already derived in our bias circuit section. ഡോ IB by ഡോ IC എടുത്തു. ആദ്യത്തെ രണ്ട് ടേം 0 ആണ്, കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. പിന്നെ നമ്മളിത് കിട്ടിയപ്പോഴത്തേക്ക് മൈനസ് RE by RTH plus RE എന്ന് കിട്ടി. S is equal to, we already know that 1 plus beta by 1 minus beta into this expression എഴുതി. You got it? 1 plus beta by 1 plus beta into RE by RTH plus RE എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടി. Done. So that is the stability factor that you got. ഇവിടെയും നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ്സ് അപ്ലിക്കബിൾ ആണ്. വേർസ്റ്റ് കേസ് ബെസ്റ്റ് കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ RE by RTH plus RE എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫ്രാക്ഷൻ. If RTH is much less than RE, then RTH plus RE will be approximately equal to RE. കാരണം RTH much less എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഇഗ്നോർ ചെയ്യാമല്ലോ. RE by RE എന്ന് കിട്ടി, അതായത് 1. അപ്പോൾ S is equal to 1 plus beta by 1 plus beta into RE by RE, that is 1. S is equal to 1. This is the best case. വേർസ്റ്റ് കേസ് എന്ന് വെച്ചാൽ RTH മച്ച് ഗ്രേറ്റർ ദാൻ RE ആവുന്നു. അപ്പോൾ ഈ ഫ്രാക്ഷൻ 0 ആയി പോകുന്നു, ഡിനോമിനേറ്റർ ലാർജ് ആയതുകൊണ്ട്. അപ്പോൾ S is equal to 1 plus beta by 1 plus 0, that is equal to 1 plus beta. This is the worst case. Obviously we will prefer that RTH is less than RE. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യുമ്പോൾ you have to select R1 and R2 such that RTH is small. പ്രാക്ടിക്കലി നമുക്ക് കിട്ടാൻ പോകുന്നത് എസിന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഒരു 10 ഒക്കെയാണ് ഈ സർക്യൂട്ടിൽ നമുക്ക് കിട്ടുന്നത്.
A small value of RTH in the you have to consider that R1 and R2 also has to be small because RTH is equal to R1 parallel R2. So that's it for stability factor. Thank you.